നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. വിട്ടൊഴിയാതെ ഭീകരഭീതി. പാകിസ്ഥാനിൽ വീണ്ടും തീവ്രവാദി ആക്രമണം. ബൈക്കിലെത്തിയ 6 അംഗ സംഘം നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 43 പേർ, 20 പേർക്ക് പരിക്ക്. സംഭവം കറാച്ചിയിൽ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 3 ബൈക്കുകളിലായി എത്തിയ സംഘം ബസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമി സംഘം രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. സുരക്ഷാസേന സംഭവസ്ഥലത്ത്. തീവ്രവാദികളെ 72 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ അന്ത്യശാസനം. വെടിവയ്പ് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടെന്ന് സൂചന. ആക്രമണത്തിനു പിന്നിൽ പാക് താലിബാനെന്ന് കറാച്ചി പോലീസ്. വിധികാത്ത് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന്. തുറമുഖ നിർമ്മാണവും നടത്തിപ്പും അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കണമെന്ന് ഉന്നതാധികാര സമിതി ശുപാർശ യോഗത്തിൽ പരിഗണിക്കും. ശുപാർശ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചാൽ അന്തിമ തീരുമാനം സംസ്ഥാന മന്ത്രിസഭയ്ക്ക് വിടും. മിനിറ്റ്സ് തയ്യാറാക്കി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം. വിഴിഞ്ഞം ടെൻഡറിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന ആവശ്യവുമായി വാണിജ്യ നിർമ്മാണ വികസന രംഗത്തെ 12 സംഘടനാ പ്രതിനിധികളുടെ നിവേദനം മുഖ്യമന്ത്രിക്ക്. തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകണമെന്ന് നിവേദനം. എഴുതി വെറുപ്പിക്കരുത്. വീരേന്ദ്രകുമാറിനെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയ പാർട്ടി പത്രത്തെ തള്ളിപ്പറഞ്ഞ് KPCC പ്രസിഡന്റ് VM സുധീരൻ. മുഖപ്രസംഗം അപ്രസക്തവും അനുചിതവും. വീക്ഷണം എഴുതിയത് പാർട്ടി നയമല്ലെന്നും സുധീരൻ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടിയെടുക്കുന്ന കാര്യം ആലോചനയിലില്ലെന്നും സുധീരൻ. മുഖപ്രസംഗത്തിൽ പറഞ്ഞത് പൊതുവായ കാര്യങ്ങളെന്ന് വീക്ഷണം വിശദീകരണം. വീരേന്ദ്രകുമാറിനെതിരെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആരോപണങ്ങളുമായി വീക്ഷണം ദിനപത്രത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം. കോടിയേരിയുമായി വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ച നടത്തിയത് വിലപേശലെന്ന ആക്ഷേപം. മുഖപ്രസംഗം സർക്കാരിനെ ദുർബലപ്പെടുത്തുമെന്ന് JDU. വീരനെതിരെയുള്ള ആക്ഷേപത്തിൽ ഘടകകക്ഷികൾക്കും എതിർപ്പ്. സുധീരന്റെ പ്രതികരണം മുഖപ്രസംഗം വിവാദമായപ്പോൾ. മറനീക്കുന്ന വിഭാഗീയത. CPM സംസ്ഥാന സമിതിയിൽ VS പക്ഷക്കാർക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത് പുതിയ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ. സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി അവതരിപ്പിച്ച പാനലിനെതിരെ 8 പേർ വോട്ട് ചെയ്തത് വിഭാഗീയമായ സംഘം ചേരൽ. ഇത് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ലെന്ന് കോടിയേരി. പാനലിനെ എതിർത്തവർ ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വീണ്ടും വിയോജിപ്പ് രേഖപ്പെടുത്തി. ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയിൽ അനുവദിച്ചിട്ടുള്ളതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനെ വിഭാഗീയതയായി കാണാനാകില്ലെന്ന് വിമതപക്ഷം. സംസ്ഥാന സമിതിയിൽ വോട്ടെടുപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിച്ചത് യോഗത്തിൽ പങ്കെടുത്ത ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. LDF വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ചകളുമായി ഇന്നും സംസ്ഥാന സമിതി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.